88-ാം അധ്യായം സൂറത്തുൽ ഖാശിയ 21 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ ഇല്ലാ മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുഹുല്ലാഹുൽ അദാബൽ അക്ബർ ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ള ആയത്തല്ലേ അത്. ഫദക്കിർ, മുഹമ്മദ് നബിയോടാ പറയുന്നത്, താങ്കൾ ഉത്ബോധിപ്പിക്കുക. ഇന്നമാ അൻത മുദക്കിർ, താങ്കളുടെ ബാധ്യത ഉത്ബോധിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ലസ്ത അലൈഹിം ബിമുസൈത്തിർ, അവരെ നിർബന്ധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി അവർ നിഷേധിച്ചാലോ അള്ളാഹു അവരെ കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കും. എന്നിട്ട് അള്ളാഹ് എന്താ പറയുന്നത്? ഇന്ന ഇലൈനാ ഇയാബഹും, അവർ മരിച്ച് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ഞാൻ അവരുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് അള്ളാഹ് പറയണം. അല്ല നിങ്ങൾ ശിക്ഷിച്ചോ, നിങ്ങൾ ആക്രമിച്ചോ, നിങ്ങൾ കൊന്നോ, നിങ്ങൾ പെരടിക്ക് വെട്ടിയോ എന്നല്ല അള്ളാഹ് പറയുന്നത്. വളരെ വ്യക്തമായ ആയത്തല്ലേ ഖുർആനിലുള്ളത്. നബിയെ താങ്കൾ ഉത്ബോധിപ്പിച്ചോ, അവരെ ഉത്ബോധിപ്പിച്ച മതി, നിർബന്ധിക്കേണ്ടതില്ല. ആ പണി താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല, ആ പണി റസൂലിനെ ഏൽപ്പിച്ചിട്ടില്ല, പിന്നെ നമ്മളെ ഏൽപ്പിക്കോ? ആ പണി റസൂലിനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ ഏൽപ്പിക്കോ? ഒന്ന് ആലോചിച്ച് നോക്കൂ.